നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടൻ ബാബുരാജിനെതിരായ പീഡന പരാതി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നടൻ ബാബുരാജിനെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അടിമാലി പോലീസാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി ബാബുരാജ് പീഡിപ്പിച്ചുവെന്ന് ജൂനിയർ ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത്. പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തി അടിമാലി പോലീസ് കേസെടുത്തിരുന്നു. ബാബുരാജിന്റെ ഇരുട്ടുകാനത്തുള്ള റിസോർട്ടിൽ വെച്ചും ആലുവയിലെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവതി ഇമെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു. യുവതിയിൽ നിന്ന് ഫോൺ വഴി വിവരങ്ങൾ എടുത്ത ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടി ബാബുരാജിന്റെ റിസോർട്ടിലെ മുൻ ജീവനക്കാരിയായിരുന്നു. അതിനിടെ നടൻ ബാബുരാജിനെതിരെ ഉയർന്ന ലൈംഗിക പീഡനം ആരോപണം മറച്ചുവെച്ചെന്ന് ചൂണ്ടിക്കാട്ടി മലപ്പുറം SP ശശിധരനെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിയെത്തി. പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ വിവരം നേരത്തെ അറിഞ്ഞിട്ടും ശശിധരൻ കുറ്റം മറച്ചുവെച്ചുവെന്നാണ് കൊച്ചിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബൈജു നോയലിന്റെ പരാതി. 2019 നടന്ന കുറ്റകൃത്യം വർഷങ്ങൾക്ക് ശേഷം 2023 കൊച്ചി DCP ആയിരുന്ന ശശിധരനോട് പറഞ്ഞിരുന്നതായാണ് യുവതി വ്യക്തമാക്കുന്നത്. പരാതിയെപ്പറ്റി തനിക്ക് അറിയാമായിരുന്നുവെന്ന് ഇപ്പോൾ മലപ്പുറം SP ആയ ശശിധരനും സമ്മതിച്ചിട്ടുണ്ട്. കുറ്റമറിഞ്ഞിട്ടും നടപടിയെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിനാൽ ക്രിമിനൽ നടപടി എടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് യുവതി നേരത്തെ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും യുവതി പറയുന്നുണ്ട്.